ഹായ് ഫ്രണ്ട്സ്, മോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വളരെ രുചികരമായിട്ടുള്ള ഒരു കാബേജ് തോരന് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ, വാ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പീസ് കാബേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് പൊടിയായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. ഞാനിവിടെ കത്തി കൊണ്ട് കൊത്തി അരിഞ്ഞെടുക്കുന്നുള്ളതേ ഉള്ളൂ. ഇത് അരിയാൻ ചിലർ ഗ്രേറ്റ് ചെയ്തിടുന്നതൊക്കെ ആയിരിക്കും ഇഷ്ടം, അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷേ കൊത്തി അരിഞ്ഞ് വെക്കുമ്പോഴൊരു പ്രത്യേക രുചിയും അത് കാണാനും ഒരു നല്ല ഭംഗിയാണ്, നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഒരു പീസ് ഇതുപോലെ എടുത്ത് അരിയുന്നുണ്ട്. ഇത് നമുക്ക് അന്ന് അരിഞ്ഞ് മാറ്റാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും അതിനോടൊപ്പം തന്നെ ഒരു ഹൈപ്പും തരാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും ഈ കൊച്ചു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം വീഡിയോ ഇടുന്നുണ്ടെന്നുള്ളതല്ലാതെ വലുതായിട്ടൊന്നും വീഡിയോ അങ്ങോട്ടൊന്നും മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുക. അപ്പോൾ ഞാൻ കാബേജ് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ചെറിയൊരു സവാള എടുത്തേക്കുന്നത്, അപ്പോൾ അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു ചെറിയ പീസ് ഇഞ്ചി കൂടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയൊക്കെ ചേർത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയായിട്ടോ ഈ തോരന്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇതുപോലെ നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് വട്ടത്തിൽ അരിഞ്ഞത്. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള തേങ്ങ, ഞാനൊരു 1.5 കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുക. കുറേശ്ശെ എടുത്തേക്കണമായിട്ടോ, നിറച്ചെടുക്കുവാണെങ്കിൽ 1 കൈപ്പിടിയോളം മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ചിലർക്ക് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ കുഴയ്ക്കുന്നൊന്നും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന നമ്മൾ കൈയെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴേ എനിക്കൊരു തൃപ്തി വരുന്നത് കേട്ടോ. സ്പൂൺ കൊണ്ട് നമ്മൾ എത്ര ഇളക്കിയെന്ന് പറഞ്ഞാൽ അതിന് ആ ഒരു ഇത് കിട്ടത്തില്ല. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി, മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം 1 സ്പൂണ് ഉഴുന്നുപരിപ്പും അതുപോലെ തന്നെ 1 സ്പൂൺ അരിയും കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ കുത്തരിയോ വെള്ള അരിയോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുത്താൽ മതി. അപ്പം ഉഴുന്ന് നല്ലപോലെ മൂത്ത് കിട്ടണം, അതുപോലെ നമ്മുടെ അരി നല്ലപോലെ പൊരിഞ്ഞ് കിട്ടണം കേട്ടോ. നല്ലപോലെ പൊരിഞ്ഞതിന് ശേഷം മാത്രമേ കാബേജ് ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ ഇതെല്ലാം കണ്ടോ, അരിയൊക്കെ നല്ലപോലെ പൊട്ടി പൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ മുഴുവൻ അതുപോലെ പൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് കാബേജ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തീ കുറച്ച് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയും ചെയ്യും, നല്ലൊരു ഇതിൽ കിട്ടത്തില്ല. അപ്പോൾ എല്ലാ അരിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിരുന്നതായ കാബേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാബേജ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് വേവിക്കുന്നില്ല കേട്ടോ, തുറന്ന് വെച്ച് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒട്ടും വെള്ളം ഒന്നും തോരൻ വെക്കുമ്പോൾ ചേർക്കാൻ പാടില്ല കേട്ടോ. തോരത്തിനൊന്ന് വെള്ളം അങ്ങനെ ചേർത്താൽ വേറൊരു ഇതായിപ്പോവും. തോരനൊക്കെ നമ്മൾ ആവി തന്നെ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് ഇളക്കി മിക്സാക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ശ്രദ്ധിച്ച് നിന്ന് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ അത് ആവിയെല്ലാം കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതെ നോക്കാം. മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടല്ലേ, പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി നല്ല ചൂടായതിനു ശേഷം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചൊന്ന് ചെയ്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ തോരൻ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഞാൻ അടച്ച് വെച്ചിട്ടേ ഇല്ല, തുറന്ന് വെച്ചാൽ ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ തോരനൊക്കെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. നല്ല രുചിയെന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ രുചിയായിട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഒട്ടും തന്നെ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ തോരനൊക്കെ തയ്യാറാക്കി എടുക്കുക കേട്ടോ. ഈ ഓണത്തിനപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ
നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള സദ്യ എന്ന് പറഞ്ഞാൽ ഒരു തോരനും അവിയലൊന്നും ഇല്ലാത്ത സദ്യ ഇല്ലല്ലോ. അപ്പോൾ നമുക്കൊരു തോരന് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഓണത്തിന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. നല്ല രുചികരമായിട്ടുള്ള കാബേജ് തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ല കേട്ടോ. നല്ല രുചിയെന്ന് പറഞ്ഞാൽ നല്ല രുചിയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.